വീടുകളിൽ നമ്മുടെ ഈ കുട്ടികളും ഇത്തരം കാര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ ഇടപെടുന്നിട്ട് മനസ്സിലാക്കി. അതിന് മക്കളെയും വീടുകളിൽ പോയി, എല്ലാ കുട്ടികളുടെയും വീടുകളിൽ പോയി. വീടുകളിൽ പോകുന്നത് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒന്ന് അവർ പരിശോധിക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമല്ല. എന്താണ് കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം? ചെല്ലുമ്പോൾ ചിലയിടത്തൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണുള്ളത്. ഏതെങ്കിലും ഒരു കാരണത്താൽ ചെല്ലാതിരുന്ന അടുത്ത ചെല്ലുമ്പോഴത്തേക്ക് ഓടി വരുന്ന കുറേ മക്കളുണ്ട്. ഓടി വന്നിങ്ങനെ എന്നെ പൊതിയുന്ന കുറേ മക്കൾ. തീർച്ചയായിട്ടും എൻ്റെ മക്കൾ എന്ന് പറയാൻ എനിക്ക് കഴിയും. അതുപോലെ വിരുദ്ധ ഒരു മോനുണ്ട്, അവൻ ക്ലാസ് ശ്രദ്ധിക്കാത്തൊരു മോനാണ്. പക്ഷേ അവനോട് ഞാൻ പറഞ്ഞു, അവനെ നീ നന്നായി പാടുമല്ലോടാ, ഈ നന്നായി നീ പാടുമല്ലോ മക്കളെ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു വർത്തമാനത്തിൽ മാത്രം അവൻ വേറൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. ഞാൻ സാറിൻ്റെ അംഗീകാരം കിട്ടിയ പാട്ടുകാരനാണെന്നുള്ള. ഹായ്, നമസ്കാരം. ഉദയൻ കലാനികേതനാണ്. എന്നും വ്യത്യസ്തരായ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്ന കലാനികേതൻ്റെ യാത്രയിൽ ഇന്ന് ഞങ്ങളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവയ്ക്കാനെത്തുന്നത് വ്യത്യസ്തമായ ആശയങ്ങളിലൂടെ, വ്യത്യസ്തമായ പാഠ്യപദ്ധതികളിലൂടെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ അറിവും ഊർജവും പകർന്നു നൽകി ഒരു നാടിൻ്റെ തന്നെ മാതൃകാ അധ്യാപകനായി മാറിയ ജയകുമാർ സാറാണ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളത്. നിറഞ്ഞ സ്നേഹത്തോടെ മാഷിനെ സ്വാഗതം ചെയ്യാം. സാർ, സ്വാഗതം. സാറേ, ഒരുപാട് സന്തോഷം. കാര്യം സാറിനെ കുറിച്ച് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ നിമിഷം സാറിനോടൊപ്പം കുറച്ച് സമയം ഇരിക്കാൻ ഈ ഒരു സമയം കിട്ടി ഒരുപാട് സന്തോഷമുണ്ട്. സാറേ, വിദ്യാർത്ഥികളുടെ തന്നെ അല്ലെങ്കിൽ നാട്ടുകാരുടെ തന്നെ ഒരു മാതൃകാ അധ്യാപകനാണ് സാർ. വ്യത്യസ്തമായ പഠന രീതിയായാലും വ്യത്യസ്തമായ ആശയങ്ങളിലൂടെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സാറിന് പല രീതിയിലും മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സാർ ഈ ഒരു മേഖലയിലേക്ക് സാർ വരുമ്പോൾ സാറിന് ഉണ്ടായ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊക്കെ ഒന്ന്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാരായിട്ട് ഒന്ന് പങ്കുവയ്ക്കാൻ ഒരു അവസരം സാറിന് പറഞ്ഞു? തീർച്ചയായിട്ടും വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ചോദ്യം ഉത്തരം പറയുന്നത്. കാരണം ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് ഞാൻ ഏറെയധികം ആ തൊഴിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു വിദ്യാഭ്യാസ കാലഘട്ടം തൊട്ടുള്ള മനസ്സിലുണ്ടായിരുന്നൊരു സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ഒരു അധ്യാപകനാവുക എന്നുള്ളത്. അത് വിദ്യാർത്ഥി ആയിരുന്ന സമയം തൊട്ട് തന്നെ പാരലൽ കോളേജ് അധ്യാപകനായിട്ട് കൂടി പ്രവർത്തിച്ച് ഞാൻ അതിൻ്റെ ഒരു തുടക്കം കുറിച്ചതാണ്. അതിനുശേഷം പിന്നീട് ഒരു പ്രൈമറി അധ്യാപകനായിട്ട് ജോയിൻ ചെയ്ത എനിക്ക് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ പല തരത്തിലുള്ള ഒരുപക്ഷെ സംസ്ഥാന തലം വരെയുള്ള വിവിധ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ നേതൃത്വം കൊടുക്കാൻ വരെ കഴിഞ്ഞു എന്നുള്ളതും, ഇപ്പോൾ ഒരു വിദ്യാലയത്തിലെ പ്രധാന അധ്യാപകനായിട്ടിരുന്നിട്ട് ഇക്കാലം അത്രയും ഞാൻ എൻ്റെ വിദ്യാഭ്യാസ മേഖല എങ്ങനെ ആകണമെന്നതിനെക്കുറിച്ചുള്ള സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ളൊരു ഇടമായിട്ടാണ് എൻ്റെ വിദ്യാലയത്തെ ഞാൻ കാണുന്നത്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ഒരു വിദ്യാലയത്തിലെ എല്ലാ പേർക്കും എല്ലാം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കൂൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ 2021 കോവിഡ് കാലം കഴിഞ്ഞിട്ട് ഒരു പ്രധാന അധ്യാപകനായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ആദ്യം ഞാൻ ചെയ്തൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് എല്ലാവരും മുന്നോട്ട് എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. എല്ലാ കുട്ടികളെയും, ചിലപ്പോൾ പല പള്ളിക്കൂടങ്ങളിലും എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുവരാൻ ഒരുപക്ഷെ നമുക്ക് കഴിയുന്ന വരില്ല. ഒരു സ്കൂളിൽ ചെന്നാൽ ഒരുപക്ഷെ മികവായിട്ടുള്ള കുറച്ച് കുട്ടികൾ കാണും. ഇപ്പോൾ പല കാര്യങ്ങളും അവർക്കായിരിക്കും നമ്മുടെ പ്രോത്സാഹനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവരുടെ പേരായിരിക്കും എപ്പോഴും ഉയർന്നു കാണുന്നത്. അത് ഒരുപക്ഷെ എപ്പോഴും ഒരു മുൻബെഞ്ചുകാരെന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് മാത്രം നിൽക്കും. അതൊന്ന് മാറ്റിക്കൊണ്ട് എല്ലാവർക്കും, അത് എൻ്റെ സ്കൂളിൽ വേദിയിൽ കയറുന്നത് എല്ലാ കുട്ടികളുമാണ്. എല്ലാ കുട്ടികൾക്കും വേദിയിൽ കയറാനുള്ള അവസരമുണ്ട്. ഇന്ന കുട്ടികളെന്ന രൂപത്തിലല്ല, എല്ലാവരെയും മുന്നോട്ട്, അതെല്ലാ വിഷയത്തിലും പാഠ്യപ്രവർത്തനത്തിലും മാത്രമല്ല അല്ലാതെയും മുന്നോട്ട് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. അതിനൊരു ഉദാഹരണമാണെന്ന് തോന്നുന്നു. ഞാൻ കേട്ടറിഞ്ഞുള്ള കാര്യമാണ് എല്ലാവർക്കും ഒരേ യൂണിഫോം. ഞാൻ അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. കാര്യം മറ്റുള്ളിടത്താണെങ്കിൽ ഞാൻ ഒരു സ്കൂളിന് അങ്ങനെ പറയുന്നതല്ല, ബോയ്സിന് അവരുടേതായ ഒരു യൂണിഫോം അല്ലെങ്കിൽ ഗേൾസിന് അവരുടെ. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഒരേ തരത്തിൽ ഒരു യൂണിഫോം ഒരു മാതൃകയാക്കിയത് എനിക്കൊന്ന് സാറാണ്. തീർച്ചയായിട്ടും നമ്മുടെ ജില്ലയിൽ ഒരു പക്ഷേ ആദ്യമായിട്ട് ഒരു ലിംഗ വ്യത്യാസമില്ലാതെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ ഒരേ യൂണിഫോം, എല്ലാ കുട്ടികൾക്കും ഒരേ യൂണിഫോം, കംഫർട്ടായിട്ടുള്ള എല്ലാ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ കംഫർട്ടായിട്ടുള്ള യൂണിഫോം സംവിധാനം ഞാനാണ് ആദ്യമായിട്ട് ഏർപ്പെടുന്നത് എൻ്റെ സ്കൂളിൽ. ഒരുപാട് വിദ്യാലയങ്ങളിൽ ഇപ്പോൾ ഒരുപാട് അത്തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സാറിന് എങ്ങനെയാണ് മറ്റുള്ളവരുടെ നിന്നിട്ട് ഒരു അഭിപ്രായം? തുടക്കത്തിൽ ചില വിമർശനങ്ങളുണ്ടായി, പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരേ യൂണിഫോം എന്നുള്ളത്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ച് ഒരുപക്ഷെ കുട്ടികൾക്ക് അത്തരത്തിലുള്ള വേർതിരിവ് നമ്മുടെയൊക്കെ മനസ്സിലുള്ളതുപോലെ അവർക്ക് അങ്ങനെ വേർതിരിവില്ല.
വളരെ വളരെ കംഫർട്ടാണ് ഇപ്പോൾ കുട്ടികൾ അത്തരം യൂണിഫോം ഉപയോഗിക്കുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ യൂണിഫോം ഉപയോഗിക്കുന്നതൊക്കെ കംഫർട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ ഇപ്പം പഴയ പോലെയല്ല ബെഞ്ചിൽ മാത്രം ഇരുന്നുള്ളൊരു പഠന രീതി ഒന്നുമില്ല. പലപ്പോഴും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിൽ അവർ പങ്കെടുക്കേണ്ടി വരും, പിന്നെ മറ്റ് ഗെയിമുകളിൽ പങ്കെടുക്കേണ്ടി വരും. ഇതൊക്കെ ചിലപ്പോൾ വസ്ത്രങ്ങൾ പെൺകുട്ടികളെ സംബന്ധിച്ച് ചില വസ്ത്രങ്ങൾ തടസ്സമാണ്. പക്ഷെ അങ്ങനെ കംഫർട്ടായ വസ്ത്രമായപ്പോഴത്തേക്ക് പ്രവർത്തനങ്ങൾ നന്നായിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്ന് പറയും. സാർ അതുപോലെ തന്നെ വൻ ലഹരി മാഫിയകൾ അല്ലെങ്കിൽ MDMA പോലുള്ള സിന്തറ്റിക് ലഹരി മാഫിയകൾ അരങ്ങ് വാഴുന്ന ഈ കാലത്ത്, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഈ ഒരു കാലത്ത് വിദ്യാർത്ഥികളെ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റി പുതിയൊരു രീതി കൃഷി സമ്പ്രദായത്തിലേക്കായാലും മറ്റൊരു രീതിയിലേക്ക് എത്തിക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിലേക്ക് വിദ്യാർത്ഥികൾ നയിക്കപ്പെട്ടത്? തീർച്ചയായിട്ടും എൻ്റെ സ്കൂളിരിക്കുന്ന പ്രദേശം ഇത്തരം ലഹരി വസ്തുക്കൾക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വ്യാപാരത്തിനൊക്കെ സാധ്യത ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഈ ഏക്കറുകളോളം പരന്ന് കിടക്കുന്ന വിജനമായ പ്രദേശങ്ങളുണ്ട്. വയലായിരുന്നു, വയൽ കൃഷി ചെയ്യാൻ പറ്റാതെ കിടക്കുന്നത്. അപ്പോൾ ഇവിടങ്ങളിലൊക്കെ ചെറു സംഘങ്ങൾ, അതുപോലെ ഒരു പുഴ അതുവഴി പോകുന്നുണ്ട്. പുഴയുടെ തീരത്തൊക്കെ തന്നെ ആളെത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ആളുകൾ ഒത്തുപ്പെടുകയും ഇവരുടെ ഒരുപക്ഷെ ഈ നമ്മുടെ എനിക്ക് അവിടെ കൊച്ചുമക്കളാണുള്ളത്, എന്നാൽ തന്നെയും ഈ മുതിർന്ന ആളുകളുടെ ചില ഭാഷാ പ്രയോഗങ്ങളും ഈ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ പേരുകളും ഒക്കെ എൻ്റെ മക്കളും വന്ന് പലപ്പോഴും അവിടെ പറയാറുണ്ട്. ഈ ശംഭു എന്ന പേര്, അതുപോലുള്ള ചില സാധനങ്ങളുടെ പേരൊക്കെ കുട്ടികൾക്ക് അറിയാതെ പറയുന്നതായിരിക്കും, ഇവരിന്ന് കിട്ടുന്നതായിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശ്രമം നടത്തിയപ്പോഴത്തേക്കും നമ്മുടെ വീടുകളിൽ നമ്മുടെ ഈ കുട്ടികളും ഇത്തരം കാര്യങ്ങളിൽ അറിഞ്ഞോ അറിയാതെ ഇടപെടുന്നിട്ട് മനസ്സിലാക്കി. അതിന് വേണ്ടിയിട്ട് ഞാൻ വീടകം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ പ്രോഗ്രാം എല്ലാ മക്കളെയും വീടുകളിൽ പോയി, എല്ലാ കുട്ടികളുടെയും വീടുകളിൽ പോകുന്നത് പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒന്ന് അവർ പരിശോധിക്കാൻ വേണ്ടി അങ്ങനെയൊന്നുമല്ല. എന്താണ് കുട്ടിയുടെ വീട്ടിലെ സാഹചര്യം? ചെല്ലുമ്പോൾ ചിലയിടത്തൊക്കെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണുള്ളത്. അരക്ഷിതമായിട്ടുള്ള ഒരു കുടുംബ പശ്ചാത്തലമുള്ള ആളുകളുണ്ട്. അപ്പോൾ ഇവരോടൊക്കെ നമ്മൾ വർത്തമാനം പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഇവർക്ക് ചില ബോധവൽക്കരണങ്ങൾ, ഒരു പ്രിൻ്റഡ് പേപ്പർ അടക്കം കൊടുത്തുകൊണ്ട് കുട്ടികളെ വെച്ച് തന്നെ ക്യാമ്പയിൻ പ്രവർത്തനം തുടങ്ങി. സ്വാഭാവികമായിട്ട് അവരിതിനെതിരാണെന്ന് വരുമ്പോഴത്തേക്ക് വീട്ടുകാർക്ക് ഒരു ബോധം ഉണ്ടാവും. അതെ. അപ്പോൾ അതിനെതിരെ പോലീസുമായിട്ട് സഹകരിച്ചുകൊണ്ട്, ഗ്രാമപഞ്ചായത്തോട് സഹകരിച്ചുകൊണ്ട് ഒത്തിരി ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്. ഈ ഫ്ലാഷ് മോബ് പോലുള്ള കാര്യങ്ങൾ, ജംഗ്ഷൻ തോറും മൈക്ക് വെച്ച് കുട്ടികളുടെ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെയുള്ള ആ കൂട്ടത്തിലാണ് എനിക്ക് ആ നാട്ടിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് നൽകി അവിടെ കൃഷിയിലേക്ക് ആളുകൾ തിരിയുന്ന ഒരു കൂട്ടം ആളുകൾ അവിടുത്തെ തരിച്ചു കിടന്ന ഭൂമിയെ, അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ആലോചനാ യോഗം തൊട്ട് തന്നെ ഞങ്ങളുടെ മക്കൾക്കൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ക്രമേണ ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ നാടറിയുന്ന വലിയ ഒരു വയലായിട്ട് അത് മാറി, സംസ്ഥാനം അറിയുന്ന ഒരു വയലായിട്ട് പിരപ്പമങ്കാടെന്നായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അന്നോട്ട് ഇന്നൊരു ഞാൻ ആ കൃഷിയിൽ പങ്കാളിയാണ്. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വലിയ കൃഷിമന്ത്രി വലിയൊരു പരിപാടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. തീർച്ചയായിട്ടും ഈ വർഷം അവിടെ 3 വർഷമായി നടന്ന കൃഷി പരിപാടിയിൽ ഞങ്ങളെ കൂടി അനുമോദിക്കുന്നതിന് വേണ്ടിയാണ് കൃഷിമന്ത്രി അന്നവിടെ വന്നത്. കാരണം തുടർച്ചയായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന ലാഭത്തിന് വേണ്ടിയല്ല, ഈ മക്കൾ കൂടി മണ്ണിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. ഞാറ് നടാൻ ഞങ്ങളുടെ കുട്ടികളുണ്ട്, കള പറിക്കാൻ ഞങ്ങളുടെ കുട്ടികളുണ്ട്, കൊയ്യാൻ ഞങ്ങളുടെ കുട്ടികളുണ്ട്, നെല്ല് കൂട്ടിവയ്ക്കാൻ കുട്ടികളുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ നേരത്തെ പറഞ്ഞ പാഠപുസ്തകത്തിനപ്പുറത്തേക്ക് ഈ പാഠത്തെ കൂടി ഞങ്ങളുടെ പാഠപുസ്തകമാക്കി മാറ്റുന്ന തരത്തിലേക്ക് കുട്ടികൾക്ക് ഇപ്പോൾ ഈ മുതാക്കൽ ഗ്രാമപഞ്ചായത്തിലെ മികച്ച കർഷകനെ തിരഞ്ഞെടുത്തപ്പോൾ എൻ്റെ സ്കൂളിലെ 4ാം ക്ലാസ്സിലെ കുട്ടിയാണ് മികച്ച കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ അതൊക്കെ വളരെ അഭിമാനമുള്ള കാര്യമാണ്. അത്തരം കാര്യങ്ങൾ നന്നായി വ്യാപിക്കപ്പെടുന്നു എന്നുള്ളതാണ് അത്തരം കാര്യങ്ങൾ എനിക്കുള്ള സന്തോഷം എന്ന് പറയുന്നത്. സാർ അതുപോലെ തന്നെ പാഠപുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന അറിവിനും അപ്പുറം ഇന്നത്തെ മക്കളെ മണ്ണിൽ ചവിട്ടി നടക്കാനും മണ്ണിൻ്റെ മണമറിയാനും സാറ് ഒരുപാട് പ്രചോദനമായിട്ടുണ്ട്. എന്താണ് സാർ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഒരു മാറ്റവും അവരിൽ നിന്നൊരു ഊർജ്ജവും സാറിന് അതിൻ്റെ അവരുടെ സ്പന്ദനങ്ങളും മനസ്സിലാക്കാൻ സാറിന് സാധിച്ചിട്ടുണ്ട്? എന്തൊക്കെയാണ് അതിലൂടെ സാറിന് കിട്ടിയ പുതിയ കാര്യങ്ങൾ? പാഠത്തിനപ്പുറം പാഠപുസ്തകത്തിന് അപ്പുറത്തേക്കുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാഠം എൻ്റെ ഒരു പാഠപുസ്തകമാക്കി. അപ്പോൾ ഈ മക്കളെ പാഠത്തിലേക്ക് ഇറക്കുന്നതിലൂടെ ഒരുപക്ഷെ കൃഷിയെക്കുറിച്ച് മാത്രമല്ല അറിയുന്നത്. ഇന്ന് ആ നാട് അല്ലെങ്കിൽ നമ്മുടെ നാട് കൃഷിയിൽ നിന്ന് കുറേ അകന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപക്ഷെ എൻ്റെ ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു നാടൻ പാട്ടായിരിക്കും പഠിക്കാനുള്ളത്, ഒരു കൃഷിപ്പാട്ടായിരിക്കും പഠിക്കാനുള്ളത്. അത് എന്താണ് എന്ന് അറിഞ്ഞ് പഠിക്കുന്നതും ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലുണ്ടായ കൃഷിയിലുണ്ടായ ഒരു വർധനവിൻ്റെ ഒരുപക്ഷെ വളരെയധികം മാറ്റമുണ്ടായതിൻ്റെ പ്രതിഫലനം എൻ്റെ കുട്ടികളുടെ പ്രവർത്തനത്തിൽ. പക്ഷേ എൻ്റെ കുട്ടിയെന്ന് ഞാൻ കാണുമ്പോഴേ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് സാർ നേരത്തെ പോലെ എൻ്റെ മക്കൾ എൻ്റെ ഞാൻ
അപ്പോൾ സാർ അത്രയും ആ കുട്ടികളായിട്ട് ഒരു ബന്ധമുള്ളത് കൊണ്ടാണല്ലോ സാർ എൻ്റെ മക്കളാണ് എൻ്റെ കുട്ടികളാണെന്ന് പറഞ്ഞു തുടങ്ങുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഒരു ദിവസം ഏതെങ്കിലും ഒരു കാരണത്താൽ ചെല്ലാതിരുന്ന അടുത്ത ചെല്ലുമ്പോഴത്തേക്ക് ഓടി വരുന്ന കുറേ മക്കളുണ്ട്. ഓടി വന്നിങ്ങനെ എന്നെ പൊതിയുന്ന കുറേ മക്കൾ. തീർച്ചയായിട്ടും എൻ്റെ മക്കൾ എന്ന് പറയാൻ എനിക്ക് കഴിയും. അത് മാത്രം ഹൃദയബന്ധമാണ് ഈ കുട്ടികളായിട്ടുള്ളത്. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മാറ്റം അവരുടെ ഒരുപക്ഷെ സാംസ്കാരികമായിട്ടുള്ള ഉന്നമനത്തിന് പോലും നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇന്നിപ്പോൾ അവിടെ പലരും ഈ മേഖലയിൽ ഇപ്പോൾ നാടക നടന്മാരായി മാറിയിട്ടുണ്ട്, നാടകത്തിൻ്റെ ഭാഗമായി മാറിയിട്ടുണ്ട്, മറ്റ് കാർഷിക വേലയുടെ തന്നെ കലാപരമായ മേഖലയിലേക്ക് മാറിയിട്ടുണ്ട്. അവിടെ എൻ്റെ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരൻ നന്നായി തെയ്യം കലാകാരനായി നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട്. ഒരുപാട് പേര് ഈ പാട്ട് പലപ്പോഴും നമ്മുടെ മക്കൾ പലപ്പോഴും പഠിക്കാൻ ചിലപ്പോൾ പിന്നോക്കമുള്ള ആളുകളുണ്ട്. ഇവരെ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിച്ചപ്പോൾ ഞാനൊരു അല്പം വികൃതിയ ഒരു മോനുണ്ട്. അവൻ ക്ലാസ് ശ്രദ്ധിക്കാത്തൊരു മോനാണ്. പക്ഷേ അവനോട് ഞാൻ പറഞ്ഞു, അവൻ നീ നന്നായി പാടുമല്ലോടാ, ഈ നന്നായി നീ പാടുമല്ലോ മക്കളെ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു വർത്തമാനത്തിൽ മാത്രം അവൻ വേറൊരു വ്യക്തിയായിട്ട് മാറുകയാണ്. ഞാൻ സാറിൻ്റെ അംഗീകാരം കിട്ടിയ പാട്ടുകാരനാണെന്നുള്ള ഒരു ഒറ്റ വാക്ക്. ഇന്നവൻ നല്ല പാട്ടുകാരനാണ്. ഒരു പക്ഷേ ഭാവിയിൽ അവൻ നല്ല നാടൻപാട്ട് കലാകാരനായിട്ടൊക്കെ അറിയപ്പെടുന്ന രൂപത്തിലേക്ക് അവൻ മാറും. അപ്പോൾ ഈ പറഞ്ഞ പോലെ പാഠപുസ്തകത്തിന് അപ്പുറത്തേക്കുള്ള ഒരു ജീവിതമാണ് ഞാൻ ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ ഒരു പക്ഷേ അവൻ ശ്രദ്ധയിൽ വന്നാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കാണുന്ന ഈ പറഞ്ഞ പോലെ സിന്തറ്റിക് ആയിട്ടുള്ള മയക്കുമരുന്നായാലും അല്ലാതുള്ള കാര്യത്തിന് അതിൻ്റെ പിറകെ അവന് പോകില്ല. പലപ്പോഴും നമ്മുടെ മക്കളോട് പറയുന്നത് യെസ് ടു ലൈഫ്, നോ ടു ഡ്രഗ് എന്നെൻ്റെ മക്കൾ എപ്പോഴും പറയും. നോ എന്ന് പറഞ്ഞാൽ അവർ പറയാൻ, പക്ഷേ യെസ് പറയണേക്കാളും വളരെ ചിന്തിക്കേണ്ടതാണ് നോ പറയാൻ. ഞാൻ ചെയ്യില്ല, ഇല്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭാവത്തിലേക്ക് വളർത്താൻ ലഹരിയോട് ലഹരിയോട് നോ പറയാൻ പറ്റുന്ന തരത്തിലേക്ക്. അതുപോലെ തന്നെ സാറ് നേരത്തെ പറഞ്ഞു പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെ കണ്ടെത്തി അവരുള്ളിൽ മറ്റൊരു വാസന അല്ലെങ്കിൽ മറ്റൊരു കഴിവ് അതിലുണ്ടായിരിക്കാം. അത് കണ്ടെത്തി അവർ ആ ഒരു മേഖലയിലേക്ക് മുന്നോട്ട് കൊണ്ട് സാർ വന്നിട്ടുമുണ്ട്. അങ്ങനെ നിൽക്കുന്ന കാലത്ത് ഇപ്പോൾ കൃഷിയുടെ കാര്യത്തിൽ എടുക്കാം, കൃഷിയോ അങ്ങനെയൊക്കെ ആക്കുമ്പോഴത്തേക്ക് കുറേ കുട്ടികൾ അത് എങ്കിലും അത്ര ബുദ്ധിമുട്ടില്ല അങ്ങനെ തോന്നുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ ഇനിയുള്ള തലമുറ ഇതിലേക്ക് വരുമ്പോൾ അവരോടൊക്കെ സാറിന് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? തീർച്ചയായിട്ടും സൂചിപ്പിച്ചതുപോലെ തന്നെ പഠനമെന്ന് പറയുന്നത് പലതരത്തിലാണ്. ഒരു കുട്ടിയും കഴിവില്ലാതെ ജനിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവരുടെ കഴിവ് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു അധ്യാപകൻ നിലയ്ക്ക് നമ്മുടെയൊക്കെ ഒരു വലിയ ബാധ്യത എന്ന് പറയുന്നത്. അവരേത് മേഖലയിലാണ്, അപ്പോൾ ഒരുപക്ഷെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊടുത്തുകൊണ്ട് മാത്രമേ അവർ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ഒരു അടുപ്പത്തോടെ ഒരു സ്നേഹം കാണിക്കുമ്പോൾ ഒരു പക്ഷേ ഒരു കുട്ടി എന്താണോ എന്നുള്ള തിരിച്ചറിയാൻ നമുക്ക് കഴിയും. അവനെ കൃത്യമായ പ്രവർത്തന ഇടത്തിലേക്ക് നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലൊരു നല്ല ഉദാഹരണമാണ് കൃഷി എന്ന് പറയുന്നത്. ഒരുപാട് സാധ്യതയുള്ളതാണ്. വയലിൽ കൃഷി ചെയ്യുക എന്ന് മാത്രമല്ല, അതൊരു സംസ്കാരമായി മാറുമ്പോൾ അവനെന്ത് ശരികളെക്കുറിച്ചും തെറ്റുകളെക്കുറിച്ചും ബോധ്യപ്പെടാൻ സ്വയം അവസരങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ എൻ്റെ മക്കൾ കൃഷി പാടത്തേക്ക് ഇറങ്ങിയത് കണ്ട് ഒരുപക്ഷെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ സിറ്റിയിലുള്ള കുട്ടികളടക്കം, ഇപ്പോൾ മലയാളം പള്ളിക്കൂടം എന്ന് പറയുന്ന ഒരു പള്ളിക്കൂടമുണ്ട്. അവിടെ മലയാളം കുട്ടികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് മലയാളം പഠിക്കുന്ന ഒരിടമാണ്. അവർക്ക് പോലും ഇവിടെ എൻ്റെ നേതൃത്വത്തിൽ ഒരു കൃഷിയിടം, എൻ്റെ സ്കൂളിൽ വന്നിട്ടാണ് ഒരു കൃഷിയിടത്തിലേക്ക് ഒരു വയലിലേക്ക് പോയി ഈ കൃഷി പരിപാടികളിലൊക്കെ പങ്കെടുക്കാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് എന്താണ് അവർക്ക് സന്തോഷം എങ്ങനെ പങ്കുവയ്ക്കാറില്ലേ? തീർച്ചയായിട്ടും അവർ ഈ പറഞ്ഞ ചേറ് എന്ന് പറയുന്നതോ, ഇപ്പോൾ നമ്മളറിയാം വയൽ വരമ്പിലൂടെയുള്ള നടത്തം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു എക്സസൈസാണ്. നമ്മുടെ ശരീരം ഒരുപക്ഷെ പാകപ്പെടുന്നത് ഈ വിവിധ തരത്തിലുള്ള ഈ ചലനങ്ങളാണ്. അല്ല, ചലനങ്ങൾ പോലും ആ ഒരു പ്രത്യേകതയാണ്. ഇത് നമ്മുടെ മലയാളം പള്ളിക്കൂടത്തിലേക്ക്, തിരുവനന്തപുരത്തുള്ള മലയാളം പള്ളിക്കൂടത്തുകാർക്ക് ഇവിടെ വന്നൊരു സൗകര്യം ഒരുക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വ്യാപനം, നേരത്തെ പറഞ്ഞ പോലെ കുട്ടി കർഷകനായി എൻ്റെ കുട്ടിയെ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഈ വയലിൽ കണ്ട കൃഷി അവനവൻ്റെ വീട്ടിലേക്ക് പടർത്തുകയാണ്. അവന് കിട്ടുന്ന അവസരങ്ങൾ കൃഷിയിലേക്ക് അവൻ പോവുകയാണ്. അതുപോലെ തന്നെ ഈ നാട്ടിലുണ്ടായ ഒരുപക്ഷെ എൻ്റെ സ്കൂളിന് ചുറ്റും നടന്ന കൃഷി ഇപ്പോൾ എൻ്റെ വീടിനടുത്തേക്ക് ഞങ്ങൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. പരപ്പമങ്കാട് ഏല പോലെ തന്നെ വളരെ സുന്ദരമായിട്ടുള്ളൊരു മറ്റൊരു ഏലായിട്ട് എൻ്റെ വീടിന് തൊട്ട് ചേർന്നിരിക്കുന്ന ചെമ്പൂർ ഏലയെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. 30 വർഷമായി തരിശ് കിടന്ന ഒരു സ്ഥലത്തെ 30 വർഷമായി തരിശ് കിടന്ന മരങ്ങൾ ഒത്തിരി ഒരു കൂട്ടം ആളുകൾ അവർക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വലിയ ഭാഗ്യം എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആളുകളെ ഇത്തരം കാര്യങ്ങൾ പ്രചോദിപ്പിച്ചുകൊണ്ട്, അപ്പോൾ അവിടെ വെറും കൃഷി മാത്രമല്ല, അവിടെ വയലുമായി ബന്ധപ്പെട്ട നാടകം വരെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. വിത്തിറക്കുമ്പോൾ നാടകത്തിൻ്റെ റിഹേഴ്സൽ തുടങ്ങും, കൊയ്യുമ്പോൾ നാടകം വേദിയിലെത്തും. അതാണ് നമ്മുടെ കൺസെപ്റ്റ്. അതാണ് അതിൻ്റെ
ഈ അതെ ആ പുസ്തകം നമ്മുടെ തകഴിയുടെ പുസ്തകങ്ങളായാലും അതുപോലെ കൃഷിയുമായി പരാമർശിക്കുന്ന പുസ്തകങ്ങളായാലും ഇതിനോടൊപ്പം തന്നെ കൃഷി ഏത് ജീവിതം ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന കലയും ജീവിതവും സംസ്കാരവും എല്ലാം യോജിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഞങ്ങളുടെ സ്വപ്നം. അങ്ങനെ വരികയാണെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ നാളത്തെ കേരളം എത്ര നന്മയുള്ള ഒരു കേരളമായി മാറും എന്നുള്ളതാണ്. നമ്മുടെ പുതിയ കാലത്തെ നമുക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട്, പുതിയ കാലത്തെ ഞാൻ കുറ്റം പറയില്ല, പുതിയ കാലത്തുള്ള കുട്ടികളെയും കുറ്റം പറയില്ല, അവർക്ക് ഇടപെടാനുള്ള ഇടങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അവരവിടെ വരും. അവരുടെ സാങ്കേതിക വിദ്യയുടെ പരിജ്ഞാനം അവിടെ വരും. അത് നമുക്ക് നാട്ടിന് നന്മയാക്കി. തീർച്ചയായിട്ടും സാറിൻ്റെ ആ ഒരു മനോഹരമായ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ എന്ന് ഞാനും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. സാർ, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വലിയൊരു പദ്ധതിയായിരുന്നു വർണ്ണക്കൂടാരം. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറായിരുന്നു അതിൻ്റെ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ എല്ലായിടത്തും സാറിന് ഓടി നടന്ന ഉദ്ഘാടനം കാര്യങ്ങളൊക്കെ ചെയ്തത്. എനിക്കൊന്നും അതിൻ്റെ തന്നെ വലിയൊരു ഭാഗമാകാൻ സാറിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു പാഠ്യപദ്ധതിയായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ സാറിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് സാർ അതിനുള്ള പ്രവർത്തനങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? വളരെ നല്ല ചോദ്യമാണ്. ഈ വർണ്ണക്കൂടാരം എന്ന ഒരുപക്ഷെ വർണ്ണക്കൂടാരം എന്നുള്ള പേര് സജസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിലെ ഒരു അഭിമാനം എനിക്കുണ്ട്. ഈ പ്രോഗ്രാമിന് വർണ്ണക്കൂടാരം വലിയൊരു കാര്യമാണ് സാർ ഇപ്പോൾ പങ്കുവെച്ചത്. തീർച്ചയായിട്ടും ഇത് നമുക്കറിയാം. നമ്മുടെ മക്കളെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു ചൊല്ലുണ്ട്, കതിരുമേൽ കൊണ്ടുവന്ന് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് പലപ്പോഴും നേരെ അനുഭവങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞാൽ അവരുടെ തലച്ചോറിന് ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റമാണ്. അപ്പോൾ ഒരു പക്ഷേ യാന്ത്രികമായി ആവർത്തിച്ച് ചൊല്ലുന്നതിനപ്പുറം പ്രവർത്തന ഇടങ്ങളാക്കി മാറ്റുക എന്നൊരു കൺസെപ്റ്റാണ് വർണ്ണക്കൂടാരം എന്നുള്ളത്. 13 പ്രവർത്തന ഇടങ്ങളാണ്. കളിക്കാനൊരിടം, വരയ്ക്കാനൊരിടം, നിർമ്മിക്കാനൊരിടം, അങ്ങനെ അഭിനയിക്കാനൊരിടം, ഇങ്ങനെ 13 പ്രവർത്തന ഇടങ്ങൾ. ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ, കേരളത്തെ സംബന്ധിച്ച് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം ശാസ്ത്രീയമാക്കി നടത്തുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ്. അപ്പോൾ അതിലേറെ പ്രവർത്തന ഇടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഒരു 13 പ്രവർത്തന ഇടങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വർണ്ണക്കൂടാരം എന്നുള്ള ഒരു അന്തർദേശീയ നിലവാരത്തിലുള്ള പാഠ്യപദ്ധതി നടപ്പാക്കാൻ, ഒപ്പം നിൽക്കാൻ, ഒരുപക്ഷെ അതിന് മുന്നേ നിൽക്കാൻ ഈ സംസ്ഥാനത്തിലെ, ഈ തിരുവനന്തപുരം ജില്ലയിലെ വർണ്ണക്കൂടാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാം നേതൃത്വം കൊടുക്കാൻ, പരിശീലനം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം നമ്മൾ കണ്ട ഒരു കാഴ്ചപ്പാടിൽ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളും പ്രവർത്തന ഇടങ്ങളായി മാറുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടുകാർ അതിനെ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെയാണ് നമ്മുടെ ആളുകൾക്ക് ഇപ്പോൾ പൊതുവിദ്യാലയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡ്രാബാക്കായിട്ട് പറയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വേണ്ടത് കിട്ടുന്നില്ല എന്നുള്ള ഒരു പരിമിതി ആളുകൾ പറയുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഹലോ ഇംഗ്ലീഷ് എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് 2018 സർക്കാർ തുടങ്ങിയപ്പോൾ അതിൻ്റെ സംസ്ഥാനതല പരിശീലകനായിരുന്നു ഞാൻ. ഈ മോഡ്യൂൾ ഉണ്ടാക്കി പരിശീലനത്തിൽ പങ്കെടുത്ത ഒരു ടീമിൻ്റെ അംഗമായിട്ട് കൊടുക്കുകയാണ്. അതിൽ എനിക്ക് ഏറെ അഭിമാനമുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഈ 12 ഉപജില്ലയിലും ഒറ്റയ്ക്ക് പരിശീലനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് അതിനൊരു നേട്ടമുണ്ടാക്കിയെടുക്കാൻ ഇന്നും ഇംഗ്ലീഷിനൊരു പുതിയ പദ്ധതി ഹലോ ഇംഗ്ലീഷ് എന്ന രൂപത്തിൽ ക്ലാസ് മുറിയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ വലിയ സ്വീകാര്യതയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു വലിയ നേട്ടമാണ്. തീർച്ചയായിട്ടും വലിയ നേട്ടമാണ് സാർ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എന്താ പറയുക, ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ അറിവുകൾ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുമെന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എനിക്ക് തോന്നുന്നു സാറിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടപ്പോൾ എനിക്കും ഒരുപാട് കാര്യങ്ങൾ, പുതിയ അറിവുകൾ സാറിനോടൊപ്പം ഷെയർ ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കാണുന്ന ഒത്തിരി പേർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ സാറിൽ നിന്ന് അറിയാനും സാധിച്ചു. എന്തായാലും സാറേ ഒരുപാട് സന്തോഷം. ഇനിയും നമ്മൾ കാണണം. സാറിൻ്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി, ചാനലിന് വേണ്ടി തന്നതിന് ഒരുപാട് സന്തോഷം. നന്ദി.